അപ്പോൾ പൂഴ്ത്തിവെച്ച പല കേസുകളും ഇനി വെളിച്ചം കാണും കേട്ടോ. പൊടിതട്ടിയെടുക്കാനായിട്ടാണ് പുതിയ സർക്കാരിൻ്റെ നീക്കം. ഇപ്പോൾ LDF സർക്കാരിൻ്റെ കാലത്ത് അടച്ച പല കേസുകളും അഥവാ മെല്ലപ്പോക്കിൽ നിന്ന പല കേസുകളും ഇനിയിപ്പോൾ വേഗം കൂടും എന്നുള്ളതാണ്. അതങ്ങനെയാണല്ലോ സ്വാഭാവികമായും. സർക്കാർ മാറുമ്പോൾ കേസുകളൊക്കെ പൂഴ്ത്തിവെച്ച കേസ് പൊടിതട്ടി പുറത്തു വരും. കാഫി സ്ക്രീൻഷോട്ട് കേസ് അങ്ങനൊരു കേസാണ്. സർക്കാർ തുടരന്വേഷണം നടത്തിയേക്കും. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചേക്കുമെന്നാണ് സൂചന. കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പോലീസ് നിലവിൽ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനാൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. പുനരന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ചെയ്യാത്ത കുറ്റത്തിന് വലിയ അപമാനവും മാനസിക വേദനയും സഹിക്കേണ്ടി വന്നുവെന്നും പരാതിക്കാരനായ അബ്ദുൽ ഖാസിം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഖാസിമിന്റെ പേരിലായിരുന്നു കാഫി സ്ക്രീൻഷോട്ട് പുറത്തു വന്നത്. കേൾക്കാം ഖാസിം. 2 വർഷമായി കേസ് വ്യക്തിം എന്നുള്ള നിലക്ക് തന്നെ പുറനർത്ഥത്തിൽ അന്ന് ഫോൺ കൊണ്ടുകൊടുത്ത് ഇത് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ പോലീസ് ഈ കേസ് അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ കേസ് ഈ സമയം വരെ അന്വേഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് കേസ് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. പറക്കൽ അബ്ദുള്ള സാഹിബ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം പരാതി നമ്മുടെ മിനിസ്റ്റർക്ക് നൽകിയിട്ടുണ്ട്. റീഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് ചെന്നിത്തല സാർ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു എൻ്റെ മാത്രം ഒരു വിഷയമല്ല കാഫി സ്ക്രീൻഷോട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കുണ്ടായ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അന്ന് ബൂത്തിൽ പോലും കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. വ്യക്തിപരമായിട്ട് നമ്മുടെ നാട്ടുകാർ നമ്മളെ കാണുന്നൊരു ഉണ്ടാവും. അപ്പോൾ അത് ഭയങ്കര പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ലൊരു പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വർഗീയ ചാപ്പ കുത്തുന്ന രീതിയിലുള്ള ഇടപെടലില്ലാതിരിക്കാൻ ഇതെന്തുകൊണ്ടും ഗുണം ചെയ്യുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, VS ഷജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS ഷജിത്ത്, പാറക്കൽ അബ്ദുള്ളയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസിന് മുന്നിലുള്ള സാധ്യതകൾ എന്താണ്? കാഫി സ്ക്രീൻഷോട്ട് വിവാദം യഥാർത്ഥ സൂത്രധാരനെ കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തെ ചില ആളുകളിലേക്കൊക്കെ അത് എത്തിച്ചേരുമെന്ന മട്ടിലാണ് പ്രചരണമെന്ന് നടന്നത്. പക്ഷേ സർക്കാർ ദുരൂഹമായ സാഹചര്യങ്ങളാൽ കേസ് പാതി വഴിയിൽ അവസാനിപ്പിക്കുന്ന മട്ടായിരുന്നു. കേസ് തള്ളാൻ വേണ്ടിയിട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനി പുതിയ സർക്കാരിന് ഇത് അവിടം മുതൽ അടിച്ചു പണിയണം. ആ റിപ്പോർട്ട് പിൻവലിക്കണം. അതിനുശേഷം പുതിയ അന്വേഷണ ഏജൻസിയെ ഇത് ഏൽപ്പിക്കണം. പുതിയ സംഘം ഇത് അന്വേഷിക്കണം. എന്നിട്ട് യഥാർത്ഥ പ്രതിയെ കൊണ്ടുവരികയും വേണം. എന്താണ് സർക്കാരിന്റെ നീക്കം? എന്താകാനാണ് സാധ്യത? VS ഷജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇതിൽ നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു റിപ്പോർട്ടുണ്ട്, ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്. അത് ഇതിന്റെ ഫോറൻസിക് പരിശോധന, അതായത് ഈ സ്ക്രീൻഷോട്ട് ആദ്യമായി ഷെയർ ചെയ്യപ്പെട്ട റിബേഷ് ഉൾപ്പെടെയുള്ള, റിബേഷ് ഡിവൈഎഫ്ഐയുടെ നേതാവും അധ്യാപകനുമാണ്. റിബേഷിന്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഈ ഫോൺ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ഹാജരാക്കണം, അതിന്മേലുള്ള ഒരു പരിശോധന നടക്കണമെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ പുറത്തു വരികയും ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ശാസ്ത്രീയ പരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിൽ പ്രധാനമായും ഉയരുന്ന ആരോപണം. അതുകൊണ്ട് ഇപ്പോൾ ഈ കേസ് റീഓപ്പൺ ചെയ്യുമ്പോൾ ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോവുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇനി ചെയ്യാനുള്ള ഏക കാര്യം. അതായത് ഈ സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്ത റിബേഷിനെ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉറവിടം, ഇത് എവിടെ നിന്നാണ് നിർമ്മിച്ചത് എന്നാണ് കണ്ടെത്താനുള്ളത്. അതിനുവേണ്ടി ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. CK കാസിം ഉൾപ്പെടെ പറയുന്നതും അതാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കളങ്കം വായിക്കുക എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വർഗീയത പ്രചരിപ്പിച്ചു എന്നാണ് ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒരു നേതാവിനെതിരെ പ്രചരിപ്പിക്കപ്പെട്ടത്. അതൊരു നേതാവിനെതിരെ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും ഒരു മുന്നണിക്കെതിരെയും പ്രചരിപ്പിക്കപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് നിരപരാധിത്വം തെളിയിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ കേസുമായി മുന്നോട്ട് പോകണം എന്ന് പരാതിക്കാരനും പാർട്ടിയും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഓക്കെ, VS ഷജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കാഫി സ്ക്രീൻഷോട്ട് വിവാദവും വീണ്ടും പുതിയ സർക്കാർ പൊടിതട്ടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പഴയ സർക്കാർ ആ കേസ് അങ്ങ് അവസാനിപ്പിച്ചതാ നൈസായിട്ട്. ഇപ്പോൾ സർക്കാർ മാറിയപ്പോൾ കേസ് തിരിച്ചു വരുന്നു. ഉഴ്ത്തിവെച്ച പലതും പൊന്തി വരിക തന്നെ ചെയ്യും.